Okay. Regression equation last part അതിന്റെ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ്. നമ്മൾ കോറിലേഷൻ റിഗ്രഷൻ അനാലിസിസ് അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബൈവേരിയേറ്റ് ഡാറ്റയാണ്, എക്സ് വൈ ഉണ്ട്, അത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, ആ റിലേഷൻ ലീനിയർ റിലേഷൻ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം റിഗ്രസ്ഡ് ആവും, കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒരെണ്ണം റോ എക്സ് വൈ അല്ലെങ്കിൽ ആർ എക്സ് വൈ എന്നുള്ള രീതിയിലും റിഗ്രഷൻ കോഎഫിഷ്യൻസ് രണ്ടെണ്ണം ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ട് എക്സ് ഓൺ വൈ ആയിട്ടും വൈ ഓൺ എക്സ് ആയിട്ടും ഡിസ്കസ് ചെയ്തു. ഇനി ആ റിഗ്രഷൻ ഇക്വേഷനിൽ രണ്ട് തരത്തിൽ എഴുതാം. നമുക്ക് ആദ്യം ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ബി വൈ പ്ലസ് സി അല്ലെങ്കിൽ വൈ ഈക്വൽ ടു ബി എക്സ് പ്ലസ് സി. ഇവിടെ എക്സ് ഡിപ്പെൻഡ്സ് ഓൺ വൈ, ഇവിടെ വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ പറഞ്ഞു, കോവേരിയൻസ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അതിന്റെ സ്ക്വയർ, കോറിലേഷൻ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആർ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. സോ ആർ കാണാനായിട്ട് റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ കണ്ടാൽ മതി. സൈൻ ഓഫ് ആർ എന്ന് പറയുന്നത്, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻസ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് രണ്ടെണ്ണത്തിനും ഒരേ സൈനേ വരുള്ളൂ. ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് വണ്ണിനേക്കാളും വലുതാണെങ്കിൽ മറ്റൊന്ന് വണ്ണിനേക്കാളും ചെറുതായിരിക്കും. കാരണം റോ സ്ക്വയർ ആണ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് പ്രോഡക്റ്റ്. റോ സ്ക്വയർ എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലാണ്. ദ റീസൺ ഈസ് റോ എന്ന് പറയുന്നത് -1-നും 1-നും ഇടയിലാണ്. റോ അല്ലെങ്കിൽ ആർ കോറിലേഷൻ. അപ്പൊ ഇവിടെ സൈൻ ഓഫ് ആർ is same as bxy which is same as byx. Okay, byx ന്റെയും bxy യുടെയും ഒക്കെ സൈൻ സെയിം ആണ്. byx ന്റെയും bxy യുടെയും ഒക്കെ സൈൻ സെയിം ആണ്. ഇതിന്റെ ഒക്കെ സൈൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോവേരിയൻസിനെയാണ്. കോവേരിയൻസ് ഓഫ് എക്സ് വൈ നെഗറ്റീവ് ആണെങ്കിൽ ഇത് മൂന്നും നെഗറ്റീവ് ആണ്. കോവേരിയൻസ് ഓഫ് എക്സ് വൈ പോസിറ്റീവ് ആണെങ്കിൽ ആറും ബി എക്സ് വൈയും ബി വൈ എക്സും പോസിറ്റീവ് ആണ്. സോ ദ സൈൻ of r byx dxy completely thoroughly depending on covariance of xy. Okay, ഇവിടെ മാത്രം തന്നെ നോക്കിയാൽ അറിയാം, റീസൺ വളരെ സിമ്പിൾ ആണ്. r എന്ന് പറയുന്നത് covariance by sigma x sigma y. sigma x ഉം sigma y ഉം in the real case പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ആവാൻ ചാൻസ് ഇല്ല. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് വാരിയൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പം പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ആണ് വാരിയൻസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ടേം ആണ് കോറിലേഷൻ. ന്യൂമറേറ്റർ മാത്രമേ അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉള്ളൂ. ഡിനോമിനേറ്റർ പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് thoroughly depending on covariance of x and y. പിന്നെ എക്സ് ഓൺ വൈ എന്ന് പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാ? എക്സ് ഡിപ്പെൻഡ്സ് ഓൺ വൈയും വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സും. അപ്പൊ എക്സ് ഡിപ്പെൻഡ്സ് ഓൺ വൈ ആണെങ്കിൽ നമുക്ക് അതിനെ എക്സ് ഓൺ വൈ എന്നും, വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ് ആണെങ്കിൽ അതിനെ വൈ ഓൺ എക്സ് എന്നും പറയാം. അതിനനുസരിച്ച് രണ്ട് കോഎഫിഷ്യന്റ് നമ്മൾ പറഞ്ഞു. ബി എക്സ് വൈ, എക്സ് ഡിപ്പെൻഡ്സ് ഓൺ വൈ. ബി വൈ എക്സ്, വൈ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഉണ്ടാവാനുള്ള റീസണും അത് തന്നെയാണ്. ഡിപ്പെൻഡൻസി മാറുക. അപ്പൊ ബി എക്സ് വൈ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തത് കോവേരിയൻസ് ബൈ സിഗ്മ സ്ക്വയർ വൈ. ബി എക്സ് വൈ ഡിപ്പെൻഡിങ് ഓൺ വൈ. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാരിയൻസ് ആണ് ഡിവൈഡ് ചെയ്തത്. ബി വൈ എക്സ് കോവേരിയൻസ് ബൈ സിഗ്മ സ്ക്വയർ എക്സ്. വൈ ഓൺ എക്സ്, y എന്ന് പറയുന്ന ഡിപ്പെൻഡിങ് വേരിയബിൾ, x എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എത്രത്തോളം മാറും. അപ്പൊ y ഓൺ x സിഗ്മ സ്ക്വയർ x ഡിനോമിനേറ്റർ, x ഓൺ y സിഗ്മ സ്ക്വയർ y ഡിനോമിനേറ്റർ. എന്താ വരുന്നത്? വാരിയൻസ് ഓഫ് y, വാരിയൻസ് ഓഫ് x. അവിടെയും ഇറ്റ് ഈസ് വെരി ക്ലിയർ. bxy and byx സൈൻ ഡിപ്പെൻഡിങ് ഓൺ കോവേരിയൻസ് സിൻസ് in the denominator the term is variance. Variance is sum of square of deviation, mean sum of square of deviation. അല്ലേ? അപ്പോൾ വാരിയൻസ് നെഗറ്റീവ് ആവില്ല. വാരിയൻസ് പോസിറ്റീവ് ആയിട്ടുള്ള ടേംസ് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുള്ളൂ. കോവേരിയൻസ് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ദെൻ ബി എക്സ് വൈ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബി എക്സ് വൈ എന്ന് പറയുന്നത് ഈ നമ്മള് കോവേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. കോറിലേഷൻ എന്ന് പറയുന്നത് കോവേരിയൻസ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത്
കോവാരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. ആർ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് കോവാരിയൻസ് ഓഫ് എക്സ് വൈ ആണ്. കോറിലേഷൻ കോഎഫിഷ്യന്റിനെ സിഗ്മ എക്സ് കൊണ്ടും സിഗ്മ വൈ കൊണ്ടും മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കോവാരിയൻസ് ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കോവാരിയൻസിന് പകരം ആർ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ സ്ക്വയർ വൈ വരും. ഒരു സിഗ്മ വൈ ക്യാൻസൽ ആവും. റിസൾട്ട് സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. ഇതേപോലെ കോവാരിയൻസിന് പകരം സിഗ്മ എക്സ് സിഗ്മ വൈ ഇൻറ്റു ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിഗ്മ എക്സ് ക്യാൻസൽ ആവും. ഒരു സിഗ്മ എക്സ് റിമൈൻ ചെയ്യും. ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. അപ്പൊ സിഗ്മ എക്സും സിഗ്മ വൈയും ആറും തന്നാൽ ബി എക്സ് വൈ കാണാം. സിഗ്മ എക്സും സിഗ്മ വൈയും ആറും തന്നാൽ ബി വൈ എക്സ് കാണാം. അതിനുള്ള ഫോർമാറ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് പാർട്ട് റാങ്ക് കോറിലേഷൻ. അപ്പൊ നമ്മൾ രണ്ട് ജഡ്ജസിന്റെ റാങ്കിങ് ഒരു പരിപാടിക്ക് വേണ്ടി രണ്ട് ജഡ്ജസ് റാങ്ക് ചെയ്തു. അപ്പൊ അതിന്റെ റിലേഷൻ ഉണ്ടോ കോറിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ രണ്ട് സബ്ജക്ട് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് അത് റാങ്ക് ചെയ്തിട്ട് അതിന്റെ കോറിലേഷൻ ചെക്ക് ചെയ്യണം. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് റാങ്ക് ആയിട്ട് കൊടുത്തു, സെക്കൻഡ് റാങ്ക് ആയിട്ട് കൊടുത്തു, തേർഡ് റാങ്ക് ആയിട്ട് ഓർഡർ അനുസരിച്ച് റാങ്ക് ചെയ്തു. ഏറ്റവും കൂടിയ മാർക്ക് ചെയ്ത 1, നെക്സ്റ്റ് മാർക്ക് 2, നെക്സ്റ്റ് മാർക്ക് 3, അങ്ങനെ ചെയ്തു. അങ്ങനെ ആ ഓർഡറിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക സാധാരണ. ഇവിടെ റാങ്ക് ഒക്കെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടിയ മാർക്കിനെ 1 ആയിട്ട് കൊടുത്തു. എന്നിട്ട് റാങ്ക് കൺസിക്യൂട്ടീവ് ആയിട്ട് അസെൻഡിങ് ഓർഡറിൽ 1, 2, 3, 4 ആയിട്ട് അറേഞ്ച് ചെയ്തു. റിപ്പീറ്റഡ് റാങ്ക് വരികയാണെങ്കിൽ ഒരേ മാർക്ക് തന്നെ 2 പേർക്ക് വരികയാണെങ്കിൽ നമ്മൾ കൺസിക്യൂട്ടീവ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യുക. അപ്പൊ മൂന്നാമത്തെയും നാലാമത്തെയും ഡാറ്റയാണ് അങ്ങനെ വന്നിട്ടുള്ളതെങ്കിൽ 3+4/2 3.5 ആയിട്ട് അതിന്റെ റാങ്കിന് എടുക്കുക. 4, 5, 6 ഡാറ്റ ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ 4+5+6/3 എടുക്കുക. 5 ആണ് അതിന്റെ റാങ്ക് ആയിട്ട് 3നും കൊടുക്കേണ്ടത്. ക്ലിയർ ആണ്. ഇപ്പൊ ഇവിടെ വരുന്നത് റാങ്ക് കോറിലേഷൻ ആർ സ്മോൾ ആർ താഴെ വേണമെങ്കിൽ റാങ്ക് എന്ന് കാണിക്കാൻ ക്യാപിറ്റൽ ആർ എഴുതാം. അത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സ്മോൾ ആർ എന്ന് പറയുന്നത് കോറിലേഷൻ ആണ്. 1 മൈനസ് ഓഫ് എപ്പോഴും പലപ്പോഴും മിസ്റ്റേക്ക് ആയി വരുന്ന ഒരു കാര്യം 1 മൈനസ് ഓഫ് ആണ്, അല്ലാതെ 1 ബൈ എഴുതരുത്. പല ആൻസർ ഷീറ്റിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് 1 ബൈ എന്നുള്ളത് ഒരുമിച്ച് അങ്ങ് എഴുതും. അപ്പൊ ആൻസർ മിസ്റ്റേക്ക് ആവും. 1 മൈനസ് ഓഫ് 6 ടൈംസ് സമ്മേഷൻ ഡി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1. 1 മൈനസ് ഓഫ് അടുത്ത ടേം ആണ് 1 മൈനസ് 6 ടൈംസ് സമ്മേഷൻ ഡി ഐ സ്ക്വയർ ബൈ n ഇൻറ്റു n മൈനസ് 1. അവിടെ ഡി ഐ എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും കറസ്പോണ്ടിങ് റാങ്ക് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏറ്റവും ആദ്യം എഴുതിയ എക്സിന് 4ഉം രണ്ടാമത് ഏറ്റവും ആദ്യം എഴുതിയ വൈക്ക് 5ഉം ആണെങ്കിൽ 4 മൈനസ് 5 ആണ് റാങ്കിന്റെ വ്യത്യാസം. അങ്ങനെ റാങ്ക് തമ്മിലുള്ള വ്യത്യാസത്തിന്റെ സ്ക്വയർ. അപ്പൊ 4 മൈനസ് 5 ആണ് -1 -1ന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ എക്സിന്റെ റാങ്കും രണ്ടാമത്തെ വൈയുടെ റാങ്കും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ n ടേംസിന്റെ nth എക്സിന്റെ റാങ്കും nth വൈയുടെ റാങ്കും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസങ്ങളെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഡി ഐ എന്ന് പറയുന്ന റാങ്ക് ഓഫ് എക്സ് ആയി മൈനസ് കറസ്പോണ്ടിങ് റാങ്ക് ഓഫ് വൈ ആയി. കറസ്പോണ്ടിങ് വാല്യൂ വൈയിൽ എന്താണോ അതിന്റെ റാങ്ക്. ഓക്കെ, കറസ്പോണ്ടിങ് ഒബ്സർവേഷൻ ഓഫ് വൈ അതിന്റെ റാങ്ക് ഓഫ് കറസ്പോണ്ടിങ് ഒബ്സർവേഷൻ ഇൻ ദ വൈ. അത് തമ്മിലുള്ള വ്യത്യാസം കാണാം. സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക. സമ്മേഷൻ വൈ സ്ക്വയർ കാണാം. സമ്മേഷൻ വൈ സ്ക്വയർ കണ്ടിട്ട് അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ എത്ര എലിമെന്റ്സ് ഉണ്ട്? n എലിമെന്റ്സ് ഉണ്ട്. n ഇൻറ്റു n മൈനസ് 1 കാണാം. ഓക്കെ, അപ്പൊ 1 മൈനസ് 6 സമ്മേഷൻ ഡി ഐ സ്ക്വയർ ബൈ n ഇൻറ്റു n മൈനസ് 1 ഈസ് ദ റാങ്ക് കോറിലേഷൻ. ക്ലിയർ ആണ്. റാങ്ക് കോറിലേഷനും നമ്മുടെ വാല്യൂ ഒക്കെ കോറിലേഷനും പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ റാങ്ക് കോറിലേഷൻ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, 0 ആകാം. ഓക്കെ, അപ്പൊ ദിസ് ഇസ് റാങ്ക് കോറിലേഷൻ. അപ്പം ഓവറാൾ കോറിലേഷൻ, ലീനിയർ കോറിലേഷൻ എന്താണെന്ന് പഠിച്ചു. റിഗ്രഷൻ എക്സ് ഓൺ വൈ ആൻഡ് വൈ ഓൺ എക്സ്, രണ്ട് റിഗ്രഷൻ ലൈൻ ഉണ്ടെന്ന് പഠിച്ചു. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി. ആ റിഗ്രഷൻ ഇക്വേഷനും കോറിലേഷൻ തമ്മിലുള്ള റിലേഷൻ അനലൈസ് ചെയ്തു. അതിന്റെ ക്യാരക്ടറൈസേഷൻ ചെക്ക് ചെയ്തു. അല്ലെ, 0നും 1നും ഇടയിലാണ് റോ സ്ക്വയർ, -1നും 1നും ഇടയിലാണ് റോയിന്റെ വാല്യൂ. bxy ഓർ byx ഏതെങ്കിലും ഒരെണ്ണം 1നേക്കാൾ മുകളിലാണെങ്കിൽ മറ്റത് 1നേക്കാളും താഴെയായിരിക്കും. കാരണം പ്രൊഡക്റ്റ് ഈക്വൽ ടു 1 ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ ചാപ്റ്ററും കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി തന്നിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഒരു പ്രാവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത് നോക്കുക. ഏത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്സോലേഷൻ കോളമായിട്ട് എഴുതുക. എക്സ് വൈ സമ്മേഷൻ ഓഫ് എക്സ് സമ്മേഷൻ ഓഫ് വൈ അപ്പൊ താഴെ കിട്ടും. അപ്പൊ എത്ര കോളം വേണമെന്നുള്ള അതിന് ഏതാണ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കൊവാരിയൻസ് കാണണമെങ്കിൽ എക്സും വൈയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് സമ്മേഷൻ എക്സ് വൈ കണ്ടിട്ടുണ്ടാവണം.
എക്സ് ബാർ വേണ്ടി വരും, വൈ ബാർ വേണ്ടി വരും, അല്ലെങ്കിൽ സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ വേണ്ടി വരും. ഇനി വാരിയൻസ് ആണ് കാണുന്നതെങ്കിൽ സമ്മേഷൻ എക്സ് സ്ക്വയർ ഒരു കോളം വേണം, വാരിയൻസ് ഓഫ് വൈ ആണെങ്കിൽ വൈ സ്ക്വയറിന്റെ ഒരു കോളം വേണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കോളമൈസ് ചെയ്ത് സം ചെയ്യേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ സം താഴെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ സമ്മേഷൻ ഓഫ് എക്സ്, സമ്മേഷൻ ഓഫ് വൈ, സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ, സമ്മേഷൻ ഓഫ് വൈ സ്ക്വയർ, സമ്മേഷൻ ഓഫ് എക്സ് വൈ, ഇത്രയും ടേംസ് ആണ് സാധാരണയായിട്ട് നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരിക. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയൊക്കെ നോക്കുക. ഓക്കെ.